3 മാസമായി കോട്ടയം ഗാന്ധിനഗറിലെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ 1ാം വർഷ വിദ്യാർത്ഥികളെ അതിക്രൂരമായി റാഗിംഗ് നടത്തിയ 5 സീനിയർ വിദ്യാർത്ഥികൾ ഒടുവിൽ അഴിക്കുള്ളിലായി. CPM അനുകൂല സംഘടനയായ കേരള ഗവൺമെന്റ് സ്റ്റുഡൻസ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളാണ് പോലീസിന്റെ പിടിയിലായത്. 5 പേരെയും പുറത്താക്കിയതായി സംഘടനാ നേതൃത്വം അറിയിച്ചു. പ്രതികളെ ഏറ്റുമാനൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. അറസ്റ്റിലായ രാഹുലും റിജിലും വിവേകും 3ാം വർഷ വിദ്യാർത്ഥികളും സാമുവലും ജീവയും 2ാം വർഷക്കാരുമാണ്. ഇവരെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള ജനറൽ നഴ്സിംഗ് 3 വർഷ കോഴ്സിലെ വിദ്യാർത്ഥികളാണ് റാഗിങ്ങിന് ഇരയായതും പ്രതികളായവരും. ബോയ്സ് ഹോസ്റ്റലിലാണ് പീഡനം ഉണ്ടായത്. 1ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥികളായ ലിബിൻ, അജിത്ത്, ദിലീപ്, ആദർശ്, അരുൺ, അമൽ എന്നിവരാണ് റാഗിങ്ങിന് ഇരയായത്. കഴിഞ്ഞ നവംബറിലാണ് റാഗിംഗ് തുടങ്ങിയത്. മദ്യപിക്കാൻ ജൂനിയർ വിദ്യാർത്ഥികളോട് പണം ആവശ്യപ്പെടുക, നൽകാത്തവരെ ക്രൂരമായി മർദ്ദിക്കുക, സീനിയേഴ്സിനെ കാണുമ്പോൾ എഴുന്നേറ്റ് സല്യൂട്ട് അടിച്ചില്ലെങ്കിൽ അസഭ്യം പറയുകയും കട്ടിലിൽ കെട്ടിയിട്ട് മർദ്ദിക്കുകയും ചെയ്യുക തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ പതിവായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ മൊഴി നൽകിയിട്ടുണ്ട്. നഗ്നരാക്കിയ ശേഷം സ്വകാര്യ ഭാഗങ്ങളിൽ ജിംനേഷ്യത്തിൽ ഉപയോഗം നടത്തുന്ന ഡംബൽ കെട്ടിത്തൂക്കുക, ശരീരത്ത് സൂചി ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുക, മുഖത്തു തേക്കുന്ന ക്രീം വായിൽ ഒഴിക്കുക തുടങ്ങിയ ക്രൂരതകളുടെ ദൃശ്യങ്ങൾ ഗാന്ധിനഗർ പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഇത്തരം ക്രൂരതകൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് മറ്റ് ജൂനിയർ വിദ്യാർത്ഥികളെ കാണിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തിരുന്നു. പ്രതികൾ ഹോസ്റ്റലിൽ ഗുണ്ടാ നേതാക്കളെ പോലെയാണ് പെരുമാറിയിരുന്നത്. റാഗിംഗ് മൂലം സഹികെട്ട ജൂനിയർ വിദ്യാർത്ഥികൾ കോളേജ് വക്താക്കൾക്ക് നൽകിയ പരാതി ഗാന്ധിനഗർ പോലീസിന് കൈമാറുകയായിരുന്നു.